يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم. ആയത്ത് 104. يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ, لا تقولوا راعنا നിങ്ങൾ റായിന എന്ന് പറയരുത്. വഖൂലു ഉൻദുർന വസ്മഉ ഉൻദുർന എന്ന് നിങ്ങൾ പറയുക. നിങ്ങളോട് പറയപ്പെടുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. വലിൽ കാഫിരീന അദാബുൻ അലീം നിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم വേദക്കാരിലും ബഹുദൈവാരാധകരിലും പെട്ട നിഷേധികൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നുമുള്ള വല്ല അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ഇറങ്ങുന്നത് ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ അല്ലാഹു അവന്റെ ഔദാര്യം അവനുദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകമായി നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം അല്ലാഹു മഹോന്നത അനുഗ്രഹത്തിന്റെ ഔദാര്യത്തിന്റെ ഉടമസ്ഥനാകുന്നു. ഈ പരിശുദ്ധ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കുഴപ്പങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൽ നിന്നും അകന്നു നിൽക്കാൻ ഉപദേശിക്കുകയാണ്. ഒന്ന്, യഹൂദികളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരസ്പര വിരുദ്ധമായ നല്ലതും ചീത്തയുമായ രണ്ടർത്ഥങ്ങൾക്ക് സാധ്യതയുള്ള വാചകം പറഞ്ഞ് അതിൽ മോശമായ അർത്ഥം ഉദ്ദേശിക്കുമായിരുന്നു. ഉദാഹരണത്തിന് റായിന എന്ന ഒരു വാചകം, ഇതിന് ഞങ്ങളെ ശ്രദ്ധിക്കണേ എന്ന നല്ല അർത്ഥവുമുണ്ട്. കൂടാതെ ഇതൊരു അസഭ്യ വാക്കുമാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇങ്ങനെ പറയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല അർത്ഥമാണ് അവർ കരുതിയെന്ന് വിചാരിച്ച് അവരിലേക്ക് ശ്രദ്ധ തിരിക്കുമായിരുന്നു. പിന്നീട് അവർ മാറിയിരുന്ന് പരസ്പരം പൊട്ടിച്ചിരിച്ചു പറയും, നമ്മൾ അസഭ്യം പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല ഈ കാര്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തെ ഉപദേശിക്കുകയാണ്. യാ
അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. പരിശുദ്ധ ഖുർആനിൽ 25ഓളം ഭാഗങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രിയങ്കര സംബോധനയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത്. അല്ലയോ സത്യവിശ്വാസികളെ എന്ന ഈ സംബോധന ഒരു ഭാഗത്ത് സ്നേഹത്തിന്റെയും അന്തസ്സിന്റെയും പ്രിയത്തിന്റെയും പ്രതിധ്വനിയാണെങ്കിൽ മറുഭാഗത്ത് ഗൗരവത്തിന്റെയും ഉണർത്തലിന്റെയും ഒരു ശൈലി കൂടിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പടച്ചവൻ അവനോട് നേർക്കുനേരെ സംസാരിക്കുന്നതായി അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു എന്ന ആയത്തുകൾ ഉറ്റാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്തുകൊള്ളട്ടെ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, എന്നിൽ വിശ്വസിച്ചവരെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസമുള്ളവരെ, നിങ്ങളുടെ ആ വിശ്വാസം ശരിയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾ പാലിച്ചിരിക്കണം. ലാ തഖൂലൂ റാഇന, നിങ്ങൾ റാഇന എന്ന് പറയരുത്. പരസ്പര വിരുദ്ധമായ നല്ലതും ചീത്തയുമായ ആശയങ്ങൾക്ക് സാധ്യതയുള്ള റാഇന എന്ന് നിങ്ങൾ പറയരുത്. വഖൂലു ഉൻദുർനാ വസ്മഊ, നിങ്ങൾ ഉൻദുർന എന്ന് ഒരേ ഒരർത്ഥമുള്ള നല്ല ആശയമുള്ള വാചകം പറയുക. ഉൻദുർന, ഞങ്ങളിലേക്ക് ശ്രദ്ധിക്കിൻ, ഞങ്ങളെ ഒന്ന് പരിഗണിക്കിൻ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളിൻ. വസ്മഊ, നിങ്ങളോടുള്ള ഉപദേശത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വലിൽ കാഫിരീന അദാബുൻ അലീം, നിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ആയത്ത് ഒന്നാമതായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കരുത്, തങ്ങളോട് അനാദരവ് കാട്ടരുത് എന്ന് അതിശക്തമായി ഉണർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രധാനപ്പെട്ട കടമയാണ് അനാദരിക്കരുത്, ആദരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് പുണ്യകർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനാദരവ് വലിയ പാപമാണ്. പ്രത്യേകിച്ചും ആക്ഷേപം, പരിഹാസം, നിന്ദിക്കൽ, ഉപദ്രവം, ഇതെല്ലാം കഠിന കുറ്റമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ അല്ലാഹുവിനെ അനുസരിക്കലാണെന്ന് ഖുർആൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കൽ അല്ലാഹുവിനെ ഉപദ്രവിക്കലാണ്. വളരെയധികം സൂക്ഷിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആദരവിന്റെ അംശങ്ങൾ വളരെ കുറയുന്നുണ്ട്. രണ്ടാമതായി നൽകുന്ന പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ മഹാന്മാരായ നബിമാർ അലൈഹിമുസ്സലാം, അവരെയും ആദരിക്കണം. മോശമായ വാക്കുകൾ അവരെക്കുറിച്ച് പറയരുത്. മഹാന്മാരായ സ്വഹാബാക്കൾ,
അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാ, മാതാപിതാക്കൾ, മുതിർന്നവർ എല്ലാവരോടും ഇതേ നിയമമാണുള്ളത്. അനാദരിക്കരുത്, ഉപദ്രവിക്കരുത്, ദ്രോഹിക്കരുത്. 2, നമ്മളുടെ സംസാരങ്ങൾ വ്യക്തമായിരിക്കണം. പ്രത്യേകിച്ചും തെറ്റിന് സാധ്യതയുള്ള വാചകങ്ങൾ ഉപയോഗിക്കരുത്. തെറ്റിന് സാധ്യതയുള്ള വാചകങ്ങൾ ഉപയോഗിക്കരുതെങ്കിൽ തെറ്റിന് സാധ്യതയുള്ള വാചകങ്ങൾ തെറ്റായ നിലയിൽ ഉപയോഗിക്കൽ എത്ര വലിയ തെറ്റായിരിക്കും. ഇക്കാലഘട്ടം പരിഹാസത്തിന്റെയും പരനിന്ദയുടെയും ഒരു പ്രത്യേക ശൈലി സ്വീകരിച്ചിരിക്കുന്ന സന്ദർഭമാണ്. പരദൂഷണമെന്നെല്ലാം പറഞ്ഞാൽ ചെവിയോട് ചെവി പറയുന്നത് മാത്രമാണ് പരദൂഷണം എന്നൊരു വിചാരമുണ്ട്. വാട്സാപ്പിലൂടെ, ഇന്റർനെറ്റിലൂടെ, ഫേസ്ബുക്കിലൂടെ, പ്രസംഗ സൂചനകളിലൂടെ ആളുകളെ നിന്ദിക്കുന്നതൊന്നും പലരും പരദൂഷണമായി കാണുന്നേയില്ല. സഹോദരങ്ങളെ, കഠിന കുറ്റമാണ്. ഒരു സഹോദരനെ പറ്റി മറ്റൊരു സഹോദരന്റെ ചെവിയിൽ പറയുന്നത് കുറ്റമാണെങ്കിൽ 500 പേരുടെ ചെവികളിൽ അത് പറയൽ എത്ര വലിയ കുറ്റമായിരിക്കും. അതുപോലെ തർക്കങ്ങളും ഹാസ്യങ്ങളും ഇന്ന് വ്യാപകമാകുന്നു. പലരും തമാശയ്ക്ക് വേണ്ടിയാണ് പറയുന്നതെങ്കിലും മറ്റുള്ളവരുടെ അഭിമാനത്തിൽ തൊട്ടുകളിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന പ്രവണത വരാറുണ്ട്. വളരെയധികം സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ വസ്മഊ. നിങ്ങൾ ഉൻദുർന എന്ന് പറയും, വ്യക്തമായ വാചകം പറയും. വസ്മഊ, അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കിൻ. ഇത് കളിയല്ല, തമാശയല്ല, ഗൗരവമാണ്, ജീവിതവുമായി ബന്ധമുള്ളതാണ്. വസ്മഊ, നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേട്ട് ഉൾക്കൊള്ളിൻ, ഇരുലോകവും നന്നാകും. ശേഷം ഗൗരവത്തിൽ ഉണർത്തുന്നു, വലിൽ കാഫിരീന അദാബുൻ അലീം. ഈ കാര്യങ്ങൾ അംഗീകരിക്കാത്ത, അനുസരിക്കാത്ത, നിഷേധിക്കുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. പടച്ചവൻ ഇവരെ കഠിനമായി ശിക്ഷിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കുന്നത് സ്വയം ദ്രോഹമാണ്. നബിമാരെ നിന്ദിക്കുന്നത്, സ്വഹാബത്ത് ഔലിയായിനെ പരിഹസിക്കുന്നത്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്, മുതിർന്നവരെ ദ്രോഹിക്കുന്നത് സ്വന്തം ദ്രോഹമാണ്, അക്രമമാണ്. വലിൽ കാഫിരീന അദാബുൻ അലീം. അവർക്കൊന്നും ഉണ്ടാവുകയില്ല, അവരെ പടച്ചവൻ അനുഗ്രഹിക്കും. ഈ കാര്യം അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അസൂയയുടെയും വൈരാഗ്യത്തിന്റെയും വിരോധത്തിന്റെയും പേരിൽ പ്രവാചകനെയും ശിഷ്യന്മാരെയും ദ്രോഹിക്കുന്നവരെ, ഉപദ്രവിക്കുന്നവരെ, അവരെക്കുറിച്ച് മോശമായ വാക്ക് പറയുന്നവരെ, അവർക്കതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അതിന്റെ കുഴപ്പം നിങ്ങൾക്കാണ്. വലിൽ കാഫിരീൻ. പ്രത്യേകിച്ച് നമ്മൾ പേടിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നത് കുഫ്റാണ്, നിഷേധമാണ്. സുന്നത്തനുസരിച്ച് ജീവിക്കും, ജീവിക്കാതിരിക്കും. എന്നാൽ അതിനെ പരിഹസിക്കുന്നത്, ചെറിയൊരു സുന്നത്തിനെയെങ്കിലും പരിഹസിക്കുന്നത് നിഷേധത്തിന് കാരണമാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ റസൂലിക.